നമസ്കാരം. ഇന്ന് നമുക്ക് വാസ്തവത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് ആരംഭിക്കാം. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ വീണ വിജയനെ വിട്ടിട്ടില്ല ED. വീണ വിജയൻ്റെ പിന്നാലെയുണ്ട്. കഴിഞ്ഞ കുറേ കാലം വീണ വിജയനെ പിണറായി മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് കൊടുത്ത ആനുകൂല്യമാവാം, ആനുകൂല്യം പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു. അത് ശരിയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. വീണ വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുന്നു, സമൻസ് അയച്ചിരിക്കുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജൂൺ മാസം 12-ാം തീയതി കൊച്ചിയിലെ EDയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരാവാനും ഏതൊക്കെ രേഖകൾ കൊണ്ടുവരണം എന്നും ആവശ്യപ്പെട്ടുള്ള നോട്ടീസാണ്. ED ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മാസപ്പടി കേസിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആ ക്രൈം നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രൈം നമ്പറുള്ള കേസിൽ വീണ വിജയന്റെ മൊഴിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യമായതിനാൽ വീണ വിജയൻ ഏതാണ്ട് 10ഓളം ഡോക്യുമെന്റുകളുമായി എത്താനാണ് ED കത്തയച്ചിരിക്കുന്നത്. വീണ വിജയന്റെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ, ആ ബാങ്ക് അക്കൗണ്ടുകളിലെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ, ഇതിനു മുൻപ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വീണ വിജയൻ പ്രവർത്തിച്ചതും നിർത്തിയതുമായി ക്ലോസ് ചെയ്തതുമായ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ, ഇൻകം ടാക്സിന് കൊടുത്ത റിട്ടേണുകൾ, വീണ വിജയന്റെ പേരിലോ വീണ വിജയന്റെ പാർട്ണർഷിപ്പിലോ ഉള്ള സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ, 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും സ്വത്തുക്കൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ, സ്ഥലവും കെട്ടിടവും ബിസിനസ്സും അടക്കമുള്ള വിശദാംശങ്ങൾ, വീണ വിജയന്റെ പേരിലുള്ള ഓഹരി പങ്കാളിത്തം, വീണ വിജയന്റെ ബാങ്ക് ഇടപാടുകൾ, വീണ വിജയന് ഏതെങ്കിലും കമ്പനിയുടെ ഷെയറുകൾ ഉണ്ടെങ്കിൽ അവ, വീണ വിജയന്റെ എല്ലാ വിദേശ യാത്രകളുടെയും വിശദാംശങ്ങൾ, ഇവയൊക്കെയായി എത്താനാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ എല്ലാ ഇടപാടുകളും EDയുടെ മുമ്പിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ മാസപ്പടി കേസിലെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വീണ വിജയൻ കൂടി താമസിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ രേഖകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു രേഖയും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് സൈബർ സഖാക്കൾ ക്യാപ്സ്യൂൾ ഇറക്കുന്നുണ്ട്. എന്നാൽ അത് വാസ്തവമല്ല. തിരുവനന്തപുരത്തെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിന്നും പ്രധാനപ്പെട്ട പല രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ആ രേഖകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ചോദിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിരിക്കും. കൂടാതെ വീണ വിജയൻ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്ന തൻ്റെ രേഖകൾ, ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതിൻ്റെ യഥാർത്ഥ രേഖകൾ മറ്റു വഴികളിലൂടെ ED ശേഖരിച്ചിട്ടുണ്ട്. വീണ നൽകുന്നത് ആ വിവരങ്ങൾ തന്നെയാണോ എന്ന് പരിശോധിക്കാനാവും. ഇത് വളരെ കൃത്യമായൊരു ടെസ്റ്റാണ്. വീണ വിജയൻ ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ബാങ്ക് അക്കൗണ്ടുകൾ എങ്കിലും മറച്ചു വയ്ക്കാൻ ഇടയുണ്ടാവുമെന്ന് EDക്കറിയാം. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ EDയുടെ കയ്യിൽ ലഭ്യമാണ്. അപ്പോൾ അത് ലഭിക്കുന്നില്ലെങ്കിൽ വീണ നുണ പറഞ്ഞു എന്ന ഒരു രേഖ കൂടി വരും. എല്ലാ രേഖകളും സമർപ്പിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും രേഖ ബോധപൂർവം മറച്ചു വെച്ചാൽ അത് ഒളിച്ചു വയ്ക്കാനുണ്ട് എന്നതിന് തെളിവായി മാറും. വേണ്ടത്ര പരിശോധനകൾ നടത്തി, വേണ്ടത്ര രേഖകൾ കണ്ടെത്തി, വേണ്ടത്ര അന്വേഷണങ്ങൾ നടത്തിയ ശേഷമാണ് ഇതൊക്കെ വീണയോട് സ്വയം സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. അതൊരു സുപ്രധാനമായ കാൽവയ്പ്പാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയന് എല്ലാ ഇടപാടുകളും കൊടുക്കേണ്ടി വരും. ഈ കൊടുത്തിരിക്കുന്ന ഇടപാടുകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളാണെങ്കിലും, ഭൂമി മേടിച്ചതും കെട്ടിടം മേടിച്ചതും ബിസിനസ്സിൽ നിക്ഷേപിച്ചതുമാണെങ്കിലും അതിൻ്റെയൊക്കെ ഉറവിടം അല്ലെങ്കിൽ സോഴ്സ് കാണിക്കേണ്ടി വരും. ഈ സോഴ്സ് കാണിക്കാത്ത വരുമാനത്തിന് വിശദീകരണം കൊടുക്കേണ്ടി വരും. ഇവിടെ കൊണ്ട് വെളിപ്പെടുത്താത്ത എന്നാൽ ED കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളുടെ വിശദാംശങ്ങൾ കൊടുക്കേണ്ടി വരും. വലിയൊരു ഊരാക്കുടുക്കിലേക്ക് വീണ വിജയൻ പോവുകയാണ്. ഈ ഊരാക്കുടുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീണയുടെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ പിണറായി വിജയനെതിരെയുള്ള ആക്രമണം എന്ന തരത്തിൽ പ്രചരിപ്പിച്ചതും CPM നേതാക്കൾ തടിച്ചുകൂടി പ്രതിഷേധിച്ചതും അതിനെതിരെ സഖാക്കൾ മുട്ടയേറും കല്ലേറും നടത്തിയതും. എന്നാൽ അന്ന് ജയിലിലായവർക്ക് ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഏതാണ്ട് 26ഓളം സഖാക്കൾ, പ്രാദേശിക നേതാക്കൾ, നഗരസഭയുടെ മുൻ കൗൺസിലർമാരടക്കമുള്ളവർ ജയിലിലാണ്. അവർക്ക് ജാമ്യം കിട്ടാത്തതുകൊണ്ട് അവരുടെ വീട്ടുകാർ മാത്രമല്ല അവരുടെ പാർട്ടി ഘടകങ്ങളും അസ്വസ്ഥരാണ്. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. 10 വർഷം എന്ത് അലങ്കോലം കാണിച്ചാലും പിണറായിയുടെ പോലീസ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിഷേധിക്കാൻ പോലും ആളെത്താത്ത സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. വീണ വിജയൻ യഥാർത്ഥ പ്രതിയാണ് എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ തന്നെയാണ് വിളിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് അടുത്ത സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിന്റെ തുടർച്ചയായി വീണയുടെ അറസ്റ്റ് ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. വെള്ളിയാഴ്ച വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. വെള്ളിയാഴ്ച തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവണമെന്നില്ല. ആ ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിലേക്ക് തുടർന്നെന്ന് വരാം. ഒരുപക്ഷെ വീണയ്ക്ക് അവിടെ തന്നെ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. നിരവധി പ്രമുഖരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അവിടെ തന്നെ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അവർ ചോദ്യം ചെയ്യലിന് ശേഷം രാത്രി വൈകി ഒരു പ്രത്യേക മുറിയിൽ താമസമൊരുക്കി കൊടുക്കും. അറസ്റ്റല്ല, അത് സ്വതന്ത്രമാണ് എന്ന് വരുത്തി തീർക്കാനാണ്. പക്ഷെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. പിറ്റേ ദിവസം വെളുപ്പിന് വീണ്ടും അടുത്ത ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതായത് 24 മണിക്കൂർ കൂടുതൽ ഒരാളെ കസ്റ്റഡിയിൽ വയ്ക്കരുതേ എന്ന നിയമത്തെ മറികടക്കാൻ രാത്രി 11-12 മണി കൂടി ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കും. എന്നിട്ട് വീട്ടിൽ പോയിക്കോളാൻ പറയും. നിയമപരമായി വീട്ടിൽ വിട്ടതായി രേഖപ്പെടുത്തും. എന്നാൽ
ED-യുടെ നിയന്ത്രണത്തിലുള്ള ഒരിടത്തായിരിക്കും താമസിക്കേണ്ടി വരിക. അവിടെ വെച്ച് മറ്റിടപാടുകൾ സാധ്യമല്ല. ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുമെങ്കിലും ആ ഫോണിലുള്ള ഉപയോഗം ആരെയൊക്കെ ബന്ധപ്പെടുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ വീണ്ടും കൊണ്ടുപോകും. അങ്ങനെ കുറെ ദിവസങ്ങൾ വീണയെ ചോദ്യം ചെയ്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ കൃത്യമായ തെളിവുകൾ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ, മൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അറസ്റ്റാണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സർവാധികാരത്തിന്റെ ഭാഗമായി തണലിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തി ജീവിച്ച പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അറസ്റ്റിലാവും എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ പോലും പിണറായിയുടെ ഓഫീസിലോ പിണറായിയുടെ കുടുംബത്തിലോ കയറി ചോദ്യം ചെയ്യാൻ മടിച്ചിരുന്ന ED ഇപ്പോൾ പിണറായിയുടെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തുന്നു. ഇപ്പോഴിതാ സമൻസ് കൊടുത്ത് വിളിപ്പിച്ചിരിക്കുന്നു. വീണ വിജയൻ മാത്രമല്ല, സിമാല കമ്പനിയുടെ ചെയർമാനായിരിക്കുന്ന ശശിധരൻ കർത്തയ്ക്കും ശശിധരൻ കർത്തയുടെ മകനും സിമാല കമ്പനിയുടെ MD-യുമായ സരൺ കർത്തയ്ക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 9 പേർക്കാണ്, സിമാല കമ്പനിയിലെ ജീവനക്കാരാണ് ഭൂരിപക്ഷം പേരും. ഇവരെയൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി അന്വേഷണമായി മുമ്പോട്ട് പോകുന്നു. വാസ്തവത്തിൽ ED-യുടെ കേസ് അന്വേഷണം ബഹുദൂരം മുമ്പിലാണ്. ED-യുടെ അന്വേഷണത്തെ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞിരുന്നു 1.5 വർഷം മുമ്പ്. ആ സിംഗിൾ ബെഞ്ചിന്റെ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. വെക്കേറ്റ് ചെയ്തതിന് പിറ്റേ ദിവസമായിരുന്നു റെയ്ഡ് നടത്തിയത്. അതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. അപ്പീൽ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തീർപ്പാക്കി. അപ്പീലും തള്ളി. അതോടുകൂടി അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. അപ്പീൽ കൊടുത്തേക്കും എന്നാണ് സൂചന. എന്നാൽ ഇതുവരെ അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. ഇതിനിടയിൽ ED നിർണായകമായ മറ്റൊരു നീക്കം നടത്തുന്നു. മാസപ്പടി കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു. SFIO അന്വേഷണം പൂർത്തിയാക്കി തെളിവുകൾ എടുത്തതാണ്. ആ തെളിവുകളൊക്കെ സമാനമായ കേസായതുകൊണ്ട് തങ്ങൾക്ക് വിട്ടുതരണം എന്നായിരുന്നു ED-യുടെ ആവശ്യം. ആ ആവശ്യം കോടതി അനുവദിച്ചു. വരുന്ന 10 ദിവസത്തിനകം SFIO കണ്ടെത്തിയ എല്ലാ വിശദാംശങ്ങളും ED-ക്ക് കൈമാറണം. അതിൽ SFIO ചെന്നൈയിൽ വെച്ച് വീണ വിജയന്റെ മൊഴിയെടുത്തതടക്കം വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകളും വീണ വിജയൻ സമർപ്പിച്ചിരിക്കുന്നതും SFIO വീണ്ടെടുത്തതുമായിരിക്കുന്ന എല്ലാ കണക്കുകളും, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ടാക്സ് റിട്ടേണുകളും ഒക്കെ SFIO ഇനി ED-ക്ക് കൈമാറണം. എന്ന് വെച്ചാൽ കേസിൽ ബഹുദൂരം മുമ്പിലെത്താൻ ED-ക്ക് കഴിയും. ഇതെല്ലാം സർട്ടിഫൈ ചെയ്ത കോപ്പികളാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക വാല്യൂ തപ്പേണ്ടതില്ല. ഇവയെല്ലാം SFIO ഔദ്യോഗിക രേഖകളാക്കിയവയാണ്. ഈ രേഖകളെല്ലാം SFIO ED-ക്ക് കൈമാറും 10 ദിവസത്തിനകം. ഇതോടുകൂടി കേസന്വേഷണത്തിലെ രേഖകൾ ഏതാണ്ടൊക്കെ ED-ക്ക് കിട്ടിയിരിക്കുന്നു പറയേണ്ടി വരും. ഇനി വേണ്ടത് കേസിലെ പ്രതികളും സാക്ഷികളുമായിരിക്കുന്നവരുടെ മൊഴികളും, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളും വിലയിരുത്തലുകളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ബാക്കി നടപടിക്രമങ്ങളുമാണ്. അതിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഘട്ടം അതാണ്. ഈ ഘട്ടത്തിലൂടെ വീണ വിജയന്റെ അറസ്റ്റിലേക്കുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് വ്യക്തമായിട്ടുണ്ട്. ഇതിനിടയിൽ സുപ്രധാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ED അന്വേഷണത്തിന്റെ ഭാഗമായി UAE-യിലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ വിജയന് ഉള്ള അക്കൗണ്ട് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതിക്കാരൻ ഷോൺ ജോർജ് ED-ക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്തിനെ ഗൗരവമായി എടുത്തുകൊണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അന്വേഷണം നടത്താൻ ED തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിന് അനുമതി ചോദിച്ച് കത്തയച്ചിട്ടുണ്ട്. മാത്രമല്ല UAE-യുടെ ന്യൂഡൽഹിയിലുള്ള ഇന്ത്യൻ എംബസിയോട് അനുമതി ചോദിച്ചിട്ടുണ്ട്. ഈ അനുമതി നേരത്തെ SFIOക്ക് ലഭിച്ചിരുന്നില്ല. അതിനുള്ള ശ്രമങ്ങൾ SFIO ശ്രമിച്ചപ്പോൾ UAE-യിലുള്ള ഒരു മലയാളിയായ ഒരു വൻകിട പ്രവാസി അതിന് തടസ്സം നിന്നു എന്നാണ് മനോരമ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കോടികളുടെ ഇടപാട് നടത്തി എന്ന് ഷോൺ ജോർജ് ശക്തമായ നിലപാടെടുക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടി ED ചോദിച്ചിരിക്കുന്നു. എന്തായാലും വീണ വിജയൻ ഊരാക്കുടുക്കിലേക്ക് തന്നെ പോകുന്നു.